പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവുക, മാറി മാറി രോഗങ്ങൾ, നമ്മളെ കൊണ്ടേ പോകൂ എന്ന് തോന്നുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ, അത് പലപ്പോഴും അപകടങ്ങളായിട്ടുണ്ടാകും, അല്ലെങ്കിൽ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളായിട്ടുണ്ടാകും, ഒരു സമാധാനമില്ലാത്തൊരവസ്ഥ. ഇത് പലപ്പോഴും ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ പൈശാചികമായ പ്രസൻസ് ആ വീട്ടിലുണ്ടാവും. 5 റൂമുകൾ നമ്മൾ ശ്രദ്ധിക്കണം. 5 റൂമുകൾ പിശാച് ഒളിച്ചിരിക്കുന്ന റൂമുകളാണ്. ഏതാണ് 5 റൂം? ഇത്തരം റൂമുകളിലുള്ള പൈശാചികമായ സാന്നിധ്യത്തിൻ്റെ പ്രയാസം എങ്ങനെ മാറ്റാൻ പറ്റും? നമുക്ക് ആ വീട് പൈശാചികമായ പ്രയാസങ്ങളില്ലാത്ത മുക്തമാക്കാൻ എന്താ നമുക്ക് ഏതായത്ത ഓതേണ്ടത്? നമ്മുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാകാൻ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. അൻവാർ ഫജൻ്റെ കുടുംബവും കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന ക്ലാസ്സിനോട്, വിനീതനോട്, ഇതിൻ്റെ പ്രവർത്തകരോടൊക്കെ വലിയ ബഹുമാനം, സ്നേഹം, ആദരവുള്ള ഒട്ടനവധി ആളുകളുണ്ട്. വലിയ നല്ല മനസ്സുള്ള ഉമ്മമാരുപ്പമാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭവനങ്ങൾ, നമ്മുടെ വീടുകൾ പലപ്പോഴും നമുക്ക് നെഗറ്റീവ് എനർജി അനുഭവപ്പെടുക, ആകെ ഒരു സ്വസ്ഥതക്കേട്. ഇപ്പം എന്താണെന്നറിയില്ല, കുറച്ച് നാളുകളായി എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വീട്ടിൽ. പലപ്പോഴും രോഗങ്ങൾ, വലിയ വലിയ അപകടങ്ങൾ ഒരാൾക്ക് മാറി അടുത്ത ആൾക്ക് വരിക. യഥാർത്ഥത്തിൽ അതൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നൊരവസ്ഥ കുടുംബത്തിൽ പലപ്പോഴും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഒരു പരിധിവരെ ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒരു പരിധിവരെ ഇതിൻ്റെ കാരണം പൈശാചികമായ പ്രസൻസാണ്. പിശാചിൻ്റെ പൈശാചിക സാന്നിധ്യമുള്ള വീടുകളിൽ നെഗറ്റീവ് എനർജി ഉറപ്പാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ 5 സ്ഥലങ്ങളിൽ, 5 റൂമുകളിൽ പിശാച് പറ്റിയിരിക്കും. ഒളിച്ചിരിക്കുന്ന പിശാചിൻ്റെ സങ്കേതങ്ങളാണ്. അത് നമ്മളൊന്ന് തിരിച്ചറിയണം. എന്നിട്ടോ വീട് മുഴുവൻ ഈ നെഗറ്റീവ് എനർജി നമ്മൾ റിമൂവ് ചെയ്ത് കളയണം, പോസിറ്റീവ് എനർജി ആക്കണം. വീട്ടിലേക്ക് കയറിയ സന്തോഷം, വീട്ടിലുള്ളവർക്ക് നല്ല റാഹത്ത്, നല്ല ഒരു സമാധാന അന്തരീക്ഷം, അത് തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. അതിനുള്ള മാർഗം എന്താ? നമ്മൾ അറിയേണ്ട വിഷയമാണ്. കാരണം ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ ഒരുപാട് നാടുകളിൽ, ഒരുപാട് ദൂരെ നിന്നൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ വോയിസിൽ പിന്നെ ചില കമൻറ്റുകൾ പറയാം. എന്താ പറയുന്നത്? അവരുടെ വീട്ടിൽ ദീർഘകാലമായി ഉണ്ടാകുന്ന ഇത്തരം പൈശാചികമായ പ്രയാസങ്ങൾ, വിഷമങ്ങൾ എങ്ങനെയാണ് തീരുക? എന്താണ് ഒരു സമാധാനം കിട്ടുക? അതിൻ്റെ ചോയ്സ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും, ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്താ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. 5 റൂമുകളിൽ പിശാച് ഒളിച്ചിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഹമ്മാമുകളാണ്, ടോയ്ലറ്റ്, ബാത്റൂമുകൾ. അത് പിശാചിൻ്റെ വീടാണ്. അള്ളാഹു ഭൂമി ലോകത്തേക്ക് പിശാചിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന വേളയിൽ, ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് വീട് ആവശ്യപ്പെട്ട് ചോദിച്ചു വാങ്ങുന്നുണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹ്. അല്ലാഹുമ്മ ഇജ്അല്ലി ബൈത, എനിക്ക് വീട് വേണം റബ്ബേ. മനുഷ്യർ ഭൂമിയിൽ മനോഹരമായ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാകും, ഞങ്ങൾക്ക് വീട് വേണ്ടേ, ഞങ്ങൾക്കും പൊറുക്കാൻ, നിൻ്റെ സെട്ടിയാണല്ലോ, ഞങ്ങൾക്ക് വീട് വേണമെന്ന് ചോദിച്ചു വാങ്ങുന്ന പിശാചിൻ്റെ വീട് അൽ ഹമ്മാമോ, കുളിപ്പുര, ടോയ്ലറ്റ്. നമ്മുടെ അഴുക്കുകൾ, നജസ്സുകൾ, വൃത്തികളൊക്കെ കഴുകി ശുദ്ധീകരിക്കുന്ന സ്ഥലം, അവിടെ പൈശാചികമായ സാന്നിധ്യം. അപ്പോൾ നമ്മുടെ ഓരോ റൂം, പ്രത്യേകിച്ച് ബെഡ്റൂമുകളെല്ലാം ബാത്റൂം അറ്റാച്ച്ഡാണ്. അപ്പോൾ നമ്മുടെ റൂമിനോട് ചേർന്ന് തന്നെ പൈശാചികമായ സാന്നിധ്യമുള്ള ഒരു റൂം എപ്പോഴും ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ടോയ്ലറ്റ്, കുളിപ്പുര മര്യാദകളൊക്കെ, കുളിപ്പുരയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് ആണെങ്കിൽ എങ്ങനെയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ബാത്റൂമും ടോയ്ലറ്റും രണ്ടും കൂടെ ചേർന്നാലും വേണ്ടില്ല, കയറുമ്പോൾ അള്ളാഹുവിൻ്റെ കാവൽ ചോദിച്ചിട്ട് പൈശാചികമായ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, ഇത് പഠിച്ചു വെക്കണത്. അല്ലെങ്കിൽ നോക്കി ചൊല്ലണം. അല്ലെങ്കിൽ അതിൻ്റെ പുറം ഭാഗത്തെ ഭിത്തിയിൽ നമ്മളൊന്ന് ഒരു സ്റ്റിക്കർ വാങ്ങിയിട്ട്, 5 രൂപയ്ക്ക് കിട്ടുന്ന സ്റ്റിക്കർ വാങ്ങിയിട്ട് ഒട്ടിച്ചു വെക്കണം. അത് ചൊല്ലുന്ന പതിവ് നമുക്കുണ്ടാകണം, നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ ഒരു പൈശാചികമായ പ്രശ്നങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ അള്ളാഹുവിൻ്റെ സഹായത്തോടെ, അതിനാണ് ദിക്ർ. അതൊക്കെ നമ്മൾ ചൊല്ലുന്നതോടൊപ്പം നമുക്കൊരു ശ്രദ്ധ വേണം. ഒരു കാരണവശാലും ചുമ്മാ അലക്ഷ്യമായിട്ട് ടോയ്ലറ്റ്, ബാത്റൂമിൽ നേരം കളയുക, നമ്മൾ
എന്തിന് കയറിയതാണെങ്കിലും വേണ്ടില്ല, അവിടെ വെച്ച് ഫോൺ നോക്കുക, അവിടെ വെച്ച് നമ്മൾ ഫേസ്ബുക്ക് വാട്സപ്പ് നോക്കുക, അവിടെ വെച്ച് വാർത്തകൾ വായിക്കുക, കേൾക്കുക. ഈ പറയുന്ന നിർബന്ധമായ നമ്മുടെ ആവശ്യങ്ങൾക്ക് വളരെ കുറച്ച് നേരം നമ്മുടെ ഈ പൈൽസ് രോഗം, അതേപോലെ തന്നെ നമുക്ക് ദഹന സംബന്ധമായ പല പ്രശ്നങ്ങളും ഒരു പരിധിവരെ ഉണ്ടാകുന്നതിൻ്റെ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിൻ്റെ കാരണമാണ് കൂടുതൽ സമയം അവിടെ നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത്. കൂടുതൽ സമയം ഉണ്ടാവുക, അത്യാവശ്യം വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ പുറം കിടക്കണം. അപ്പോൾ ഏതായിരുന്നാലും ടോയ്ലറ്റുകൾ, ബാത്റൂമുകൾ, ശൗചാലയങ്ങൾ തീർച്ചയായിട്ടും അവിടെ പിശാചിൻ്റെ സാന്നിധ്യമുണ്ട്. അത് പിശാചിരിക്കുന്ന റൂമാണ്. രണ്ടാമത്തത് ഉപയോഗിക്കാതെ വിജനമായി പൂട്ടിക്കിടക്കുന്ന റൂമുകളുണ്ടല്ലോ, ആ റൂമിലേക്ക് പോകാറേ ഇല്ല, ഉപയോഗിക്കാറേ ഇല്ല. അത് പറ്റില്ല. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആ റൂം ഇടക്ക് പ്രിയപ്പെട്ടവരെ ഒരു ഇടവിട്ട ദിവസങ്ങളിലോ ആഴ്ചയിലൊരിക്കലോ തുറന്നിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി, ഒന്ന് അടിച്ച് വൃത്തിയാക്കി അവിടെ തീർച്ചയായും പരിശുദ്ധമായ ആയത്ത് കുർസിയോ ഖുർആൻ്റെ വചനങ്ങളോ ഇതെല്ലാം ഉപയോഗപ്പെടുത്തണമെന്നാണ്. ഉറക്ക വിസ്മി ചൊല്ലിയിട്ടാണ് അധികവും പൂട്ടിക്കിടക്കുന്ന റൂമുകളിൽ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഏതായിരുന്നാലും സ്ഥിരമായിട്ട് പൂട്ടിക്കിടക്കുന്ന റൂമുകൾ പൈശാചികമായ സാന്നിധ്യം അവിടെ ഉണ്ടാകും, അതുറപ്പാണ്. അതേപോലെ തന്നെ മൂന്നാമത്തത് സാധനങ്ങൾ, വസ്തുക്കളെല്ലാം വലിച്ചുവാരിയുടെ ഡ്രസ്സാണെങ്കിലും മറ്റു മെറ്റീരിയൽസ് ആണെങ്കിലും വലിച്ചുവാരിയിട്ടിരിക്കുന്ന സ്ഥലം, പ്രത്യേകിച്ച് നമ്മുടെ അലക്കാനുള്ള വസ്ത്രം, ബാഡ് സ്മെല്ല് വരുന്ന സംഗതികളെല്ലാം ഇട്ടിരിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ആ റൂം അത് പിശാചിൻ്റെ മെയിൻ താവളമാണ്, അവിടെ ഉണ്ടാവും. ദുർഗന്ധമുള്ള സ്ഥലങ്ങളിൽ അത് ബെഡ്റൂമിലാണ് ദുർഗന്ധം. വസ്ത്രങ്ങളുടെയോ ബെഡ്ഷീറ്റ് അലക്കാതിരിക്കുന്നതിൻ്റെയോ വിയർപ്പിൻ്റെയോ ഗന്ധം നമ്മുടെ ബെഡ്റൂമിലുണ്ടെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടാകും. അതനുസരിച്ച് ബാഡ് സ്മെല്ല് നമ്മൾ അപ്പപ്പോൾ വൃത്തിയാക്കണം, എന്ത് വില കൊടുത്തു. കാരണം ആ ഒരു ദുർഗന്ധം നമ്മുടെ റൂമിൽ, ഏത് റൂമിലാണെങ്കിലും കാര്യങ്ങളിങ്ങനെ ഒരു അടുക്കു ചുറ്റില്ലാതെ വലിച്ചുവാരിയിട്ടിരിക്കുന്ന റൂം എവിടെയാണെങ്കിലും അവിടെ പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അതൊക്കെ ആ വീട് മുഴുവൻ നെഗറ്റീവ് എനർജിക്കൊരു കാരണമാകും. അപ്പോൾ അഴുക്കുകൾ പിന്നെ കൂട്ടിയിരുന്ന സ്ഥലം, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്തോ ഏതെങ്കിലും റൂമിൻ്റെ വാതിലിൻ്റെ പുറകിലൊക്കെ ഇങ്ങനെ അടിച്ചുവാരി ഇങ്ങനെ കൂട്ടിയിടുന്ന ശീലം ഉണ്ടാവും. പിന്നെ എപ്പോഴെങ്കിലും കൊണ്ടുപോയി കളയുള്ളൂ, കുറേ അവിടെ കിടക്കും. ഈ അടിച്ചുവാരിയിടുന്ന നമ്മുടെ വീടിൻ്റെ അകത്തുള്ള വേസ്റ്റുകൾ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും. അത് തീർച്ചയായും ആ കുടുംബത്തിൽ ദാരിദ്ര്യ രോഗമുണ്ടാകാൻ കാരണമാകും. ഉലമാവ് പറഞ്ഞിട്ടുണ്ട്, എത്ര കഷ്ടപ്പെട്ടാലും ഒരു ഫലം ഉണ്ടാകാത്ത രീതിയിൽ സമ്പത്ത് കയ്യിൽ പോകുന്ന അവസ്ഥ ഉണ്ടാവും, ഇല്ലായ്മ ഉണ്ടാവും. ശ്രദ്ധിച്ചു കൊടുക്കണം. നാലാമത്തെ ഒരു റൂമാണ് ജീവനുള്ളവയുടെ രൂപങ്ങൾ വച്ചിരിക്കുന്ന, അത് പ്രത്യേകം നമ്മളൊരു ഷോ ആയിട്ട് വച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഡൈനിങ് ഹാളിലാണെങ്കിൽ നമ്മളുടെ ഏറ്റവും വിശാലമായ ഹാളിലാണ് വെച്ചിട്ടുള്ളത്. ഷോക്കേസിൽ വെച്ചിരിക്കുകയാണ് നല്ല ആനക്കുട്ടിയുടെ രൂപം, അല്ലെങ്കിൽ കുതിര ചാടുന്ന രൂപം. ഇതൊക്കെ പിശാചിന് വലിയ ഇഷ്ടമാണ്. അത്തരം രൂപങ്ങൾ വച്ചിരിക്കുന്ന റൂമുകളിൽ പൈശാചികമായ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ആ റൂമിൽ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ആ വീട് മുഴുവൻ ആ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും, അതിൻ്റെ അസ്വസ്ഥതകൾ കാണും. അതേപോലെ തന്നെ അഞ്ചാമത്താണ് അള്ളാഹുവിൻ്റെ ദിക്റില്ല, ഖുർആനോത്തില്ല, ദിക്റില്ല, നിസ്കാരം നടക്കുന്നില്ല. അങ്ങനെയുള്ള പിന്നെ നമ്മുടെ റൂമുകൾ, അവിടെ നടക്കുന്ന എന്താ, ചുമ്മാ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കലോ അല്ലെങ്കിൽ ഈ മ്യൂസിക് ഉള്ള പാട്ടുകളൊക്കെ ഉറക്ക വച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കേൾക്കാൻ അനുവദനീയമല്ലാത്ത, മനസ്സിലേക്ക് തെറ്റുകൾ ആലോചിച്ചു പോകുന്ന, അല്ലെങ്കിൽ പിന്നെ അനുവദനീയമല്ലാത്ത സ്നേഹങ്ങൾ, പ്രേമങ്ങൾ ഉണ്ടാക്കുന്ന താല്പര്യങ്ങൾ, ലൈംഗിക താല്പര്യങ്ങളൊക്കെ തോന്നുന്ന തരത്തിലുള്ള പിന്നെ ഗാനങ്ങളും അത്തരം ആസ്വാദനങ്ങളൊക്കെ ആസ്വദിക്കുന്ന അത്തരം റൂമുകൾ, അവിടെയും പൈശാചികമായ സാന്നിധ്യം ഉണ്ടാവും. കാരണം പിശാചിനൊക്കെ ഇഷ്ടമാണ്. പിശാചിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പൈശാചിക സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ 5 റൂമുകളാണ് നമ്മൾ പറഞ്ഞത്. ഇത്തരം സാഹചര്യങ്ങൾ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയുകയും അത്തരം നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ പലപ്പോഴും മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി തരും. ഇതെന്തോ ഒരു പ്രശ്നമാണല്ലോ, ഇത് സർവ്വസാധാരണമായി കാണുന്നൊരു കാര്യമല്ലല്ലോ, എന്തൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് നമുക്ക് ചില ബുദ്ധിമുട്ടുകളിൽ തന്നെ തോന്നും. ആ സെക്കൻഡിൽ നമ്മുടെ വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം, പ്രത്യേകിച്ച് ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. കൂടുതൽ പൈശാചികമായ പ്രയാസങ്ങൾ തോന്നുന്ന വ്യക്തികൾക്ക് ശരീരത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ റൂമുകളിൽ തോന്നിയാൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തെ ലാസ്റ്റ് വൺ ആ ഒരു ഭാഗം വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയുൽ അദീം, അത് ആവർത്തിക്കണം. കൂടുതൽ പ്രശ്നമുണ്ടെങ്കിൽ അതൊരു 11 വട്ടം ആവർത്തിക്കുന്നവരിൽ ഏത് പ്രശ്നം ആ പരിശുദ്ധമായ പദങ്ങൾ,
ആ പരിശുദ്ധ വചനങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിശാചിന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഖുർആൻ കൊണ്ട് തന്നെ നമ്മൾ രക്ഷയുടെ കവചം തീർക്കണം. എല്ലാം ശ്രദ്ധിക്കണം. അല്ലാഹു പൈശാചികമായ പ്രസൻസ് ഇല്ലാത്ത, നെഗറ്റീവ് എനർജി ഇല്ലാത്ത, ആത്മീയമായി ശാരീരികമായി പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന സന്തോഷത്തിൻ്റെ സമാധാന മസ്കനുകൾ ഭവനങ്ങളാക്കി നമ്മുടെ വീടിനെ അല്ലാഹു മാറ്റട്ടെ. വീടില്ലാത്തവർക്ക് അല്ലാഹു വീട് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഹിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله